എന്റെ സാറേ, ബേസിക് സയൻസ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് കെമിസ്ട്രി. ഏതൊക്കെ ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് കുറച്ച് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്നവരാണ് ഞങ്ങൾ 8ാം ക്ലാസ്സുകാർ എന്ന് പരിതപിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ചെല്ലുന്നത്. എല്ലാവർക്കും എജുപോർട്ടിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ കെമിസ്ട്രിയിൽ, അതായത് ബേസിക് സയൻസിലെ കെമിസ്ട്രിയിൽ ഓരോ ചാപ്റ്ററിലും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മാർക്കുകൾ എത്രയൊക്കെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷമായല്ലോ. അതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയിലുള്ള വെയിറ്റേജ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഓരോ ചാപ്റ്ററിലെയും മാർക്ക് അറിയുന്നതോടുകൂടി നമ്മൾ അതിനെ പേടിക്കാനല്ല, അതിനെ കൃത്യമായിട്ട് ഗൗരവത്തോടു കൂടി നമ്മൾ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റേജുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളെ പഠന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക, പാകപ്പെടുത്തുക. ക്ലിയർ ആണല്ലോ? റെഡി? അങ്ങനെയാണെങ്കിലോ നമ്മൾ തുടങ്ങുന്നു. കെമിസ്ട്രി തുടങ്ങുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് നമ്മളോട് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെയാണ് കേട്ടോ. അപ്പൊ 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെയൊക്കെ നമ്മളോട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ചോദിക്കാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത് ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് മക്കളെ. പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മാറ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു 2 to 3 മാർക്സിന് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ മാർക്കുകളും പറയുമ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കൂടുതൽ മാർക്കാണ് വരുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി സമയം കൊടുത്ത് പഠിക്കണം. ഇനി കുറവ് മാർക്കാണ് വരുന്നതെങ്കിൽ അതിൽ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, കുറച്ച് സമയം എടുത്തിട്ട് അതിലെല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കുക. റെഡി? ഇനി അടുത്തതായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ അല്ലെ. എല്ലാവർക്കും അറിയാം എന്താണ് കെമിക്കൽ ചേഞ്ചസ്, അതിന് ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു 3 മുതൽ 4 മാർക്കിന് വരെ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നു മെറ്റൽസ് അഥവാ ലോഹങ്ങൾ അല്ലെ. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോഹങ്ങളിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി എന്തൊക്കെയാണ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ലസ്റ്ററിറ്റി അല്ലെ, ലോഹദ്യുതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മളോട് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഏറ്റവും വലിയ മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. എന്താണ് സൊല്യൂഷൻ, എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്, എന്താണ് ലീനം, എന്താണ് ലായകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം. സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ചോദിക്കാം. ഞാനിവിടെ റേഞ്ചുകളാണ് പറയുന്നത്, ഇത്ര മുതൽ ഇത്ര വരെ, അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങോട്ടും കൂടെ ഒക്കെ വേരിയേറ്റ് ചെയ്യാം കേട്ടോ. ഇത് അങ്ങോട്ടും കൂടെ ഒക്കെ ചെറുതായിട്ടൊക്കെ മാറ്റാം അല്ലെങ്കിൽ മാറ്റപ്പെടാം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നു വാട്ടർ അഥവാ ജലം. വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ജലത്തിനെ പറ്റി പറയുന്ന വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് 2 മുതൽ 3 മാർക്ക് വരെയാണ്. ഓക്കെ, അവസാനമായിട്ട് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അല്ലെ. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇടുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 2 to 3 മാർക്സിലാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും തുല്യമായ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യണം, പഠിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത് നമുക്ക് സാധ്യതയുള്ളത് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥ സ്വഭാവം, അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് രാസമാറ്റങ്ങൾ, ഈ ചാപ്റ്ററുകളാണ്. ബാക്കിയൊക്കെ നമുക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യങ്ങൾ കൊടുത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്തിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ട് പഠിക്കുക എന്ന് തന്നെയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, ഏതിനൊക്കെ കൂടുതൽ സമയം കൊടുക്കണം, ഏതിനൊക്കെ സമയം കൊടുക്കണ്ട എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർമാർക്കും കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഇനി നിങ്ങളെ കൃത്യമായിട്ട് എന്താണ് ഓരോന്നും അറിഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എജുപോർട്ട് ഫുള്ള് റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ എന്താണ് ഒരുപാട് ലൈവുകളും അതേപോലെ തന്നെ ഷോർട്സുകളും അതേപോലെ തന്നെ കണ്ടന്റ് വീഡിയോസുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ പിറകെ തന്നെ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ കൃത്യമായിട്ടുള്ള ദിശയിലേക്ക് നയിക്കാനൊക്കെ ആര് വരുന്നുണ്ട്, നിങ്ങളെ എജുപോർട്ട് കൂടെ തന്നെ ഉണ്ട്. വീണ്ടും കാണാം.
ഗുഡ് ബൈ.